തണുപ്പ് കൈ എൻ്റെ പൊന്നു. ഞാൻ കാണിച്ചു തരാം ഇവരെങ്ങനെ ഇത് കഴിക്കുന്നതെന്നുള്ളത്. നമ്മളെ ബാലൻഡിയോർ ഇല്ലേ, നമ്മളെ ബാലൻഡിയോർ സാധനമാണ് അതേ ഇരിക്കുന്നത്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ. ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഫുഡ് അപ്പോൾ ഇവരുടെ കൂടെ ആവാം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും തിന്നാൻ മതി, വിശക്കുന്ന കഴിച്ചു. 4 മണിയായി. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, നമ്മൾ ഫുള്ള് കറങ്ങി. അത് മിസ്സാക്കല്ലേ നിങ്ങൾ കേട്ടോ. അടിപൊളി എപ്പിസോഡാണത്. എൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡാണത്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇവരുടെ കൂടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അത് നിങ്ങളെ കൂടി കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഇവിടെ ഒരുപാട് നമ്മളെ ഈ ചെരുപ്പൊക്കെ റിപ്പയർ ചെയ്യുന്ന ഓരോ ആൾക്കാരാണ് കേട്ടോ കാണുന്നത്. ഇതേ കണ്ടില്ലേ, ഷൂസ്, ചെരുപ്പ്. ഇവിടെ ഈ മഞ്ഞത്തും കണ്ടില്ലേ അവർ കുടയൊക്കെ വെച്ച് ഇതിന് റിപ്പയർ ചെയ്യുന്ന കണ്ടില്ലേ ഗൈസ്, അടിപൊളി. ആ ഹിസോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ആ സിറ്റിയിലാണുള്ളത് കേട്ടോ. നമ്മളിതുവരെ തിരിച്ച് ദുഷാംബയിലേക്ക് എത്തിയിട്ടില്ല. യെസ്. Do you need barber shop? Barber shop. Do you need? Not now. When anakkikondirikka etta kore നേരമായിട്ട്. Very population. This is fast food. Hi bro, hi. ഇവിടെ നമ്മുടെ ഷവർമ പിന്നെ മറ്റു ബർഗർ എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. What's the road? I don't understand this road. You don't understand? No road for people. Okay, for walking. Okay. പീപ്പിൾസിന് നടക്കാനുള്ള റോഡ് ഇവിടെ ഇല്ലെന്ന്. ഇവരും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. ഈ സ്ഥലത്ത് ഇവരും ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഒരുമിച്ച് ദുഷാൻബേന്ന് വന്നതാണ് ഞങ്ങൾ. ഇതൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു മാർക്കറ്റിനകത്തേക്ക് കയറണം. ഗ്രിൽ ചിക്കൻ കിടന്ന് കറങ്ങുന്നത് എൻ്റെ ഫേവറേറ്റ്. ഗ്രിൽ ചിക്കൻ എൻ്റെ പൊന്നെ. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഗ്രിൽ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയും നല്ല ഗ്രിൽ ചിക്കൻ. ഇവിടെ ഒരു മെഷീനിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇവിടെ ഒരു മെഷീനിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കയറിയില്ലേ? ഗ്രിൽ ചിക്കൻ കഴിക്കാളിയാ? For food? Yeah, that's good. Chicken is good. Chicken? Yeah. You don't eat chicken? No. It's not chicken. Now we see there. It's duck. It's not chicken. It's duck. Chicken. No, it's duck. ശരി ഡക്ക് അല്ല, അത് പോത്ത്. അതെ, ഇവിടുത്തെ കടയിൽ കയറി കേട്ടോ. ഇവിടെയും ചിക്കൻ കറങ്ങുന്നുണ്ട്. എനിക്ക് ഇത് കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും കഴിച്ച്. ചിക്കനെ കാണുമ്പോൾ നമ്മളിലെ ശീലിച്ചുകൊണ്ടേ, നാട്ടിൽ നിന്ന് ഇങ്ങനെ ഷവായി ചിക്കൻ കഴിച്ച് ശീലിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് ഇവിടെ ഒരു ചെറിയ കടയിൽ വന്ന് കയറി കേട്ടോ. യു ക്യാൻ സിറ്റ് ഹിയർ. വാഷ്. ഓക്കെ, ഹാൻഡ് വാഷ് ഇവിടെയാണ് കേട്ടോ. അതെ, ഇതാണ് വാഷ്. What do you want for eat? What was the special lunch here? Shanta Gomosh. Osh I don't want. I eat osh. Rice. No? Chicken maybe. Chicken. Ninta tabaka. ഓഷ് നമ്മളെ പ്ലോഫാണ് കേട്ടോ. പ്ലോഫ് നമ്മൾ ഓൾറെഡി കഴിച്ചു. ഐ ഈറ്റ് സോ മെനി. Apajo, oşu tosoza ya. ഓഷ്. Bilmem aldım insoren bu. ഇതാണ് ഹാൻഡ് വാഷ് ഇവിടെ. തണുപ്പ് കൈ എൻ്റെ പൊന്നു. Oçam basar tovuyorum. ഹെവി തണുപ്പാട്ടോ. ടു കോൾഡ് മാൻ. ഇറ്റ്സ് വെരി ഹോട്ട്. അതെ, എൻ്റെ പൊന്നു പൊട്ട. അപ്പോൾ ഇവിടെ ടി വി ഒക്കെ ഉണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്, കണ്ടില്ലേ? ഇതൊക്കെയാണ് റെസ്റ്റോറൻറ്റ്. പുള്ളി ഓഷാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ കഴിക്കാനായിട്ട് ഇരുന്നു. Here very hot, yes. Here hot? Cold. It's the best local restaurant. ബെസ്റ്റ് ലോക്കൽ റെസ്റ്റോറൻറ്റ്. യു ഓൾസോ വിസിറ്റ് ഫസ്റ്റ് ടൈം. അതെ, നമ്മളെ ഞാൻ വന്നിട്ടുണ്ട്. ഇത് സ്ഥിരം ഇവിടെ എല്ലാത്തിനും കൂടെ കിട്ടുന്നതാണ്. ദിസ് ഈസ് യുവർ മെയിൻ ഫുഡ്, റൈറ്റ്? Main food. Yes, local food. Yes. Tajikistan, Uzbekistan, all area same. Hindu? Да, на парте nada. Ne uçası yok Kırgızistan. Alma bezu. വലിച്ച് കീറി കഴിക്കുന്നുണ്ടോ? ഇതിങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇവരെങ്ങനെ ഇത് കഴിക്കുന്നതെന്നുള്ളത്. കടിച്ച് പൊറച്ചാ കഴിക്കുന്നത് കേട്ടോ. കടിച്ച് പൊറച്ച്. Eat bro, eat. My subscribers want to see how you eat this. People, how you eat. It's very sweet local bread in Tajikistan.
ഓക്കെ Hello. പഠിക്കണ കേസ് ഇങ്ങനെ കേട്ടൊക്കെ കഴിക്കുന്നത്. Baba. Very sweet. This is Very sweet. very sweet. Yeah, very sweet. മീശയും കൂടി പറഞ്ഞു Massage Wilson, finish. ടേസ്റ്റ് ആണ്, പക്ഷെ ഇത് ഇച്ചിരി ഹാർഡാണ് കടിച്ചു വലിക്കാൻ. 90% sugar. ഷുഗർ Yeah. 90%. 90% ഷുഗർ. Yeah. നോ 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 99% sugar. ഷുഗർ 99%. Sound. പൊട്ടത്തരം വിളിച്ച് പറയല്ലേ. ഇത് എൻ്റെ ഓഷാണ് കേട്ടോ പറഞ്ഞേ. Firma Akedera da Nazardovi. ഇവിടുത്തെ ഓഷിച്ച് നല്ലതാണ് കേട്ടോ. ഉസ്ബെക്കിന്ന് കഴിച്ചോണ്ട് ഓഷല്ല. സാലഡ് For you chicken. ഓഷ്. For you chicken. നമ്മൾ ചിക്കനാ പറഞ്ഞേ. നോക്കാം. Agora vamos buscar aqui básica. Tak myślał. നമ്മൾ ഉസ്ബെക്കിന്ന് കഴിച്ച ബീഫ് ഒരുമാതിരി ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റപ്പ് ആയിരുന്നു. ബട്ട് ദിസ് മീറ്റ് കുറച്ച് ഹാർഡാണ് കേട്ടോ. ഇത് കുറച്ച് നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ പോലെ ചെറിയ ചെറിയ പീസുകളാട്ടോ. അതെ. In Uzbekistan, osh is very expensive. വെരി എക്സ്പെൻസീവ്. യെസ്. Yes. ഹിയർ ഹൗ മച്ച് ഓഷ്? Maybe $2 or $2 maximum. ഇതേപോലെ ചായ കൊണ്ട് തരും കേട്ടോ എല്ലാവർക്കും. ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്. ഇത് നമ്മൾ ഫുഡ് വാങ്ങിക്കുമ്പോൾ എൻ്റെ കൂടെ ഇതൊക്കെ ഫ്രീ കിട്ടും. ഈ പന്നും സാലഡും അതേപോലെ ചായയും. ചായ നൈസാണ്, പഞ്ചസാരയൊന്നും ഇല്ലാതെ നൈസിന് കുടിക്കാൻ പറ്റിയ സംഭവം. ഈ ചിക്കൻ ആയിരുന്നു അല്ലേ? 3 round. 4 color. 3 round. ഗൈസ് ഇതായിരുന്നു കേട്ടോ ചിക്കൻ. It's not chicken. It's duck. ഡക്കെങ്കിൽ ഡക്ക് അവിടെ. ഞാൻ വിചാരിച്ചു നമ്മളെ ഗ്രിൽ ചിക്കൻ ആയിരിക്കുന്നു, പക്ഷെ ഗ്രില്ലല്ല, ഇത് തന്തൂർ സ്റ്റൈൽ അല്ലേ, ചുട്ടെടുത്ത ചിക്കനാണ് കേട്ടോ. അതെ, ഒരു ക്വാർട്ടർ പോർഷനാണ്, അല്ല ഹാഫ് പോർഷനാണ് കേട്ടോ. ഇതിൽ മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാന്നാണ് തോന്നുന്നു കേട്ടോ. അതാണ് സംഭവം. It's tea for you. Tea for you, please. കൊള്ളാം, ചുട്ടെടുത്ത്. ഗുഡ് ഗുഡ് ഗുഡ്, സൂപ്പർ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. മസാല ഒന്നുമില്ല, ചുട്ടെടുത്തേക്കാണ്. ഈ പറയുന്ന ചിക്കനെ ചുട്ടെടുത്തേക്കാണ്. എനിക്കൊന്ന് ഉപ്പ് മാത്രം ചേർത്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഈ സോസ് വരുന്നുണ്ട്. ഈ സോസ് വരും കണ്ടില്ലേ, ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫുഡെന്ന് പറയുന്നത് കേട്ടോ. Hey, all food for you, free. ഇപ്പം തരും ഫ്രീ ആയിട്ട്. അവർ വന്നപ്പോഴേ മുടയാ, പിന്നെ ഫ്രീ ആയിട്ട് ഫുഡ് തരാൻ പോകണം. ഗൈസ്, ഈ സലാഡ്, ദിസ് വൺ സൂപ്പർ, വെരി ഗുഡ് സാലഡ്. ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് ഇവിടെ ഈ മാർക്കറ്റിൽ തന്നെ നമുക്ക് ബാഗുകൾ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ കൂടെ പോകുമ്പോൾ നമുക്ക് പൈസ കുറച്ച് കിട്ടും. നൈസ് നമ്മൾ ഊക്കാൻ നോക്കത്തില്ല അവന്മാരെ, കാരണം ലോക്കൽ പീപ്പിൾസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവരെ കൂടെ തന്നെ, അപ്പോൾ അവരെൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു ഈ മാർക്കറ്റിൽ തന്നെ. അപ്പോൾ ബാഗും കൂടി വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവരുണ്ട്, നമ്മൾ കൂടെ ഉണ്ട്. നമ്മൾ മാർക്കറ്റിലേക്ക് പോവാണ്. നല്ല തണുപ്പ് കൂടിയാട്ടെ. ഇവിടെ 4 മണി 4:30 ആകുമ്പോൾ ഓൾമോസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ആവും, പ്രത്യേകിച്ച് സ്നോഫോൾ ഉള്ള സമയത്ത്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഫുഡ് നല്ലതായിരുന്നു, ഓക്കെ ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ നമ്മൾ കഴിച്ചു, സെറ്റ് ഫുഡായിരുന്നു. ഇവിടെ ഫുഡിനൊന്നും ഒരു പഞ്ഞമില്ല. അതേ, ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ഇവിടെ അത്യാവശ്യം ചീപ്പാണ്, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. ചീപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കുവരവ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ടാക്സിക്കാരന്മാർ, കാരണം ടാക്സി സർവീസേ ഉള്ളൂ ഇവിടെ കൂടുതലും. അതാണ് ഇവിടുത്തെ ഏറ്റവും ചിലവ്. ഫുഡ് ഓക്കെയാണ്, താമസം ഓക്കെയാണ്. ദുഷാൻബേയിൽ കുഴപ്പമില്ല, കുജാന്തിലൊന്നും പറ്റാത്തത് കേട്ടോ. ദുഷാൻബേ ചീപ്പാണ് കേട്ടോ, അത്യാവശ്യം നല്ല. നമ്മളൊരു മലക്കറി മാർക്കറ്റിനകത്തൊരു കയറി പോവാണ്. ഇവിടെ എവിടെയാണ് കടയുണ്ടെന്ന് പറഞ്ഞത്, നമുക്ക് നോക്കാം. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വിൻ്റർ ഷൂസൊക്കെ ഉണ്ടല്ലോ.
ഗൈസ് ഇത് നോക്കിയാൽ നമ്മളെ ബാലൻഡിയോർ ഇല്ലേ, നമ്മളെ ബാലൻഡിയോർ സാധനമാണ് അതേ ഇരിക്കുന്നത്. ഇത് $8 കേട്ടോ ഇതിൻ്റെ വില. ചീപ്പാണ് അത്യാവശ്യം. ഇത് ശരിക്കും വഞ്ചിയാണ് കേട്ടോ. നമ്മൾ പൈസയൊക്കെ കുടുക്കിയെന്നൊക്കെ പറയത്തില്ലേ, പൈസ ഇട്ട് സൂക്ഷിക്കുന്നത്. ശരിക്കും ഇത് വാങ്ങണമെന്നുണ്ട്, പക്ഷേ അയ്യോ എൻ്റെ ബാഗിൽ സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങാത്തത് കേട്ടോ. ബാഗിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് സോറി. $1,000. ഓക്കെ ഓക്കെ. ഇവിടെ നല്ല സെറ്റലുണ്ട് കേട്ടോ. അത് ഐസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മളിത് ഇതിലെ നടന്ന് പോവുകയാണ് മാർക്കറ്റിലൂടെ. ബാഗ് തേടിയുള്ള യാത്രയാണ്. ട്രാവലർ ബാഗ് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ കുറേ നമ്മൾ തിരക്കി, പക്ഷെ ട്രാവലർ ബാഗ് എവിടെയും കിട്ടാനില്ല. എല്ലാം വൺ സൈഡ് ബാഗേ ഉള്ളൂ. നമുക്ക് ട്രാവലർ ബാഗ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള പോക്ക് വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Sajjad, maybe you want this bag? This bag? Yeah. For what? Lunch box? Lunch box? Yeah. I'm nursery student. Very beautiful. ഒരു സാധനം ദേ കിട്ടിയിട്ടുണ്ട്. ദിസ് വൺ ഓക്കെ ആണ്, ഇത് കുഴപ്പമില്ല. Not big? No, sir. It's not big. Not big, more big. More big. Big. Just ask. Kalon, no? Big. This much. It's not big, yeah? This much. സ്പേസ് ഒക്കെ ഉണ്ട്. Kalon kalon chambre. എന്നാലും കുറച്ചുകൂടി വലുതാകുമ്പോൾ നമുക്ക് മതി. കാരണം ഇനി ഒരു ബാഗ് വാങ്ങിച്ച് വെറുതെ നമുക്ക് പൈസ കളയാൻ പറ്റത്തില്ല. ഓൾറെഡി നമ്മളൊരു ബാഗ് വാങ്ങിച്ചു, അത് ഉപയോഗശൂന്യമായി മാറി. 2 size. 2 size? Yes. ഓക്കെ. നല്ല കിടിലൻ ചങ്കുകളാണ് രണ്ടുപേരും കേട്ടോ. This is army. This is army. This is Tajikistan army? No, Indian army. No, Indian army? Chinese. Yeah. Chinese. Let me see. ഇതിൽ Saudi army. Kaç? ഇത് പൊട്ടിപ്പോവും, അതാണ് പ്രശ്നം. ഈ സാധനം നമുക്ക് പൊട്ടിപ്പോവും. ഗുഡ് ക്വാളിറ്റി ആണ്. Bakłacha, dobry brat? O, hani poanisza, dobry. ഇത് താഴെ Bakłacha, ty. Rozmiar majdę. പൊട്ടിപ്പോയാലുള്ള പ്രശ്നമാണ്. വീണ്ടും നമ്മൾ വാങ്ങിക്കേണ്ടി വരും. How much? Ask how much? How? Johnson with you? $9. $9? Yeah. Yes. ഇത് എടുക്കണം. Do you want to buy? Do you want to buy this? Yes. Yes. Very good. What's your opinion? I don't know what it will be, but $9. 100 so many. 100 so many? Yeah. Okay. We get in shop, good bag we get shop. In shop. Shop very expensive. But good bag, good bag. Good Yes. bag maybe $50. Yes. 50. $40. $40. $40, $50. But very strong. Strong? Yes. Maybe go to. Then we have to check the shop. Guys, നമ്മൾ വാങ്ങിച്ചില്ല, നമ്മളത് കൊടുത്തു. കാരണം അതും താഴെ പൊട്ടിപ്പോകും. Maybe search here. Search here? Okay, we can search here. Good quality, get okay, but little bit money also no problem. But good quality. കാരണം നമ്മൾ ബാഗ് നമ്മൾ സ്ഥിരം നിരന്തരം ഉപയോഗിക്കുന്നതാണ് ഗൈസ്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ഇതിലും വലിയ പ്രശ്നങ്ങൾ വരും. നമുക്ക് തോളിന് പ്രശ്നം വരും, പെയിനും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ നമ്മൾ ട്രാവലർ ആണെങ്കിൽ എപ്പോഴും ബാഗ് നല്ലത് തന്നെ വാങ്ങിക്കുക കേട്ടോ. അത് ഞാൻ ഇച്ചിരി പൈസ പോയാലും ഞാൻ ഒരു 2 ദിവസം ഭക്ഷണം അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി നല്ല ബാഗ് കിട്ടണം. കാരണം ഞാൻ ബാഗ് നല്ലതുണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റെ ഒരു മണ്ടത്തരം കാരണമാണ് എനിക്ക് ആ ബാഗ് എടുത്തുകൊണ്ട് വരാൻ പറ്റാഞ്ഞത്. ഇതാ നമ്മൾ തിരിച്ച് നമ്മൾ റൂമിലെത്തി കേട്ടോ. അത് നമ്മൾ റൂമിലെത്തി. എൻ്റെ പൊന്നോ, ജാക്കറ്റും എല്ലാം കൂടി വലിച്ചു വാരിയിട്ട് നമ്മളൊരു ബാഗ് വാങ്ങിച്ചു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു എന്താ പറയുക, ഒരു വലിയ ബാഗ് ഒരെണ്ണം കിട്ടി. ഈ സാധനമാണ്, ഒരു പച്ച കളർ ബാഗാണ്. അപ്പോൾ ഇത് ഇടുമ്പോൾ ലുക്കായിരിക്കും എന്ന് തോന്നുന്നു, പക്ഷേ ലുക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ബാഗ് വാങ്ങുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെറ്റലാണ് കേട്ടോ. ഇവിടെ അതാകുമ്പോൾ പൊട്ടിപ്പോകത്തില്ല. അതുകൊണ്ടാണ് ഇതങ്ങ് വാങ്ങിച്ചത്. കിട്ടിയതുപോലെ മെറ്റലായതുകൊണ്ട് പൊട്ടാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ട് അത് വാങ്ങിച്ചു ഗൈസ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ മിക്കവാറും നാളെ നമ്മൾ തജിക്കിസ്ഥാനോട് വിട പറയും. കാരണം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ പ്രത്യേകിച്ച് സ്നോഫോൾ ടൈം ആയതുകൊണ്ട് ബസ് സർവീസ് ഒരു സ്ഥലത്തോട്ടും വളരെ കുറവാണ്. എല്ലാം ടാക്സി ഭയങ്കര എക്സ്പെൻസീവ്. സോ നമ്മൾ മിക്കവാറും നമ്മൾ നാളെ കസാക്കിസ്ഥാനിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. പക്ഷേ കസാക്കിസ്ഥാനിലോട്ട് പോകണമെങ്കിൽ ഇനി വീണ്ടും ഉസ്ബെക്കിസ്ഥാനിലോട്ട് കയറണം. ഉസ്ബെക്കിസ്ഥാനിലോട്ട് ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് കയറാൻ പോണത്. അന്ന് നമ്മൾ എക്സിറ്റ് അടിച്ച് ഇറങ്ങിയിട്ട് വീണ്ടും തജിക്കിസ്ഥാനിൽ കയറ്റാത്തതുകൊണ്ട് തിരിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ കയറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് തജിക്കിസ്ഥാനിൽ വന്നു. ഇപ്പോൾ തജിക്കിസ്ഥാനിൽ നിന്ന് വീണ്ടും തിരിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ. എൻ്റെ പാസ്പോർട്ടിൽ ഇപ്പോൾ 3 സീൽ അടിച്ചിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ. ഇനി ഒന്നുകൂടി നാളെ കൂടി പോകുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നാളെ രാവിലെ തജിക്കിസ്ഥാനോട് വിട പറയാം. കാരണം ഇവിടെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല, മിക്കയിടത്തോട്ട് സർവീസ് ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അപ്പോൾ വെറുതെ നിന്ന് നമ്മൾ പൈസ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്
നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കവാറും നാളെ വിടും. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നാളെ തരാം. ഞാനപ്പോൾ നല്ല ടയേർഡാണ്. ഇതേ ഇപ്പം തന്നെ രാവിലെ പോയതാണ്, സമയം 7 മണിയും കണ്ടായി. ഫുള്ള് സ്നോഫോളും കാര്യങ്ങൾ, 2 ടാക്സി, മിനി ബസ്, പിന്നെ അല്ലാത്ത ബസ്, ഇതൊക്കെ കയറി വേണം പല സ്ഥലങ്ങളിലോട്ടും പോകാനായിട്ട്. എന്തൊരു ബുദ്ധിമുട്ടാണ്. സ്വന്തം കാറുണ്ടെങ്കിലേ ഇവിടെ കാര്യമുള്ളൂ കേട്ടോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അല്ലെങ്കിൽ സ്നോഫോൾ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ട്, ആരും വരാതിരിക്കുക. സ്നോഫോൾ ടൈമിൽ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പോകുക, അവിടെ കുറച്ച് സ്നോഫോൾ ആണെങ്കിലും നമുക്ക് ഒരുപാട് ട്രാൻസ്പോർട്ടേഷനിൽ ഭയങ്കര എളുപ്പവും കാര്യങ്ങളുമാണ്. തജിക്കിസ്ഥാനിലോട്ട് വരേണ്ട ആവശ്യമില്ല. തജിക്കിസ്ഥാനിൽ വരുന്നുണ്ടെങ്കിൽ സമ്മറിൽ വരിക, അതാകുമ്പോൾ ചീപ്പാണ്, ഇത്രയും പൈസ ഇല്ല, ടാക്സിക്കാർ ഇത്ര കത്തി റേറ്റ് ഇല്ല. മറ്റേ പമീർ ഹൈവേയിലൊക്കെ നമുക്ക് പോകാൻ പറ്റും, അതൊക്കെ ഫേമസ് ലൊക്കേഷനാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാൻ പറ്റത്തില്ല, തൊട്ടാൻ പറ്റാത്ത, അടുക്കാൻ പറ്റാത്ത എക്സ്പെൻസാണ്. അത്രയും പൈസ ടാക്സി, $400 ടാക്സിക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അതൊന്നും ഒരിക്കലും നടക്കൂല. സോ അതുകൊണ്ട് നമ്മളെന്തായാലും ബാഗ് ഞാൻ എല്ലാം പാക്ക് ചെയ്തൊക്കെ നോക്കട്ടെ. നോക്കിയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ.